ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയൊരു ജിഞ്ച ട്രിപ്പിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മെമ്മറബിൾ സഫാരീസ് എന്ന് പറയുന്ന ഒരു ഉഗാണ്ടയിലെ ഒരു ടൂർ ടീം നടത്തുന്ന ചെറിയൊരു ജിഞ്ച ട്രിപ്പിൻ്റെ കുറച്ച് കാഴ്ചകളായിരിക്കും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. Yes, you will be there. Yeah, you can. Hey. I'm going to put everyone there. So you all coming there? Okay, that's why we enjoy. അപ്പോൾ എന്തായാലും ഇവിടെ ഒരുപാട് കറുപ്പന്മാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബസ്സൊന്നും റെഡി ആയിട്ടില്ല. സമയം ഒരു 10 മണിയാകുമ്പോഴാണ് ഇത് തുടങ്ങട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒരുപാട് പേരെ കാണാം വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവരൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതിൽ സൈലൻറ്റ് DJ മറ്റൊക്കെ ഇവർ വിതരണം ചെയ്യുന്നുണ്ടോ ഈ ടൂറിൽ. നമുക്ക് യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും DJ മറ്റു കാര്യങ്ങൾ സൈലൻറ്റ് ഡിസ്കോ എന്ന് പറയുന്ന സംഭവം ഇതിലുണ്ട്. ഹെഡ്സെറ്റ് വരും. ഇതിൽ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി മറ്റൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ആളുകൾ നമ്മളെ ഇന്ത്യക്കാരൻ ഭാഷ എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. How do you speak Indian language? This is India, my brother. This is India. അപ്പോൾ നമ്മുടെ ടൂർ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ആളുകളൊക്കെ എല്ലാവരും കയറി. ഇപ്പോൾ ഏകദേശം 2, 4, 5 ബസ്സോളം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ടൂർ ചിലപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇത്ര പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് പേര്. ഹലോ, ഹൗ ആർ യു? I'm okay. You also coming? Yeah. Okay. Sam is my name. Your name is Sam. And you? Initius. Okay. So we are going to Jinja. Yeah, I do Jinja. Jinja. You also? Yeah, I'm also coming part of this journey, you know. So I think how are you, man? Yeah. Wow. അപ്പോൾ ഇത്രയും ആളുകളാണ് നമ്മളെ ടൂറിന് വേണ്ടി വരാൻ പോകുന്നത് ജിഞ്ച. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ പുറത്തൊക്കെ ഇറങ്ങി എല്ലാവരും ടൂർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വണ്ടിയിലൊക്കെ ഏകദേശം ആളുകൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ആളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വാങ്ങുന്നു പോകുന്നു. മാമ give me one. Okay. How much? 5K. 5K. Better. അപ്പോൾ ഇവിടെ ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-110 റുപ്യ ഇതാ. നമ്മുടെ നാട്ടിലെ ഞാനിങ്ങനത്തെ ഒരു ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ആഫ്രിക്കൻ സ്റ്റൈലിൽ. ഒന്ന് കഴിച്ചു നോക്കണം എങ്ങനെ ഉണ്ടെന്ന് അറിയാനും വേണ്ടി. അപ്പോൾ ഈ ചിക്കൻ വാങ്ങിയിട്ട് കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് മറ്റൊക്കെ പറയുന്നതായിരിക്കും എങ്ങനെ ഉണ്ട്. How this is Hello. Neka tobedoli nango genda kugula ku kazi kunze amuleke na sokolete ngo nkwate mu video le kachako. Sorry, what's that? What? Nkwate mu video zita camera. This camera, what's my problem? I'm shooting myself. You want to be on video? You can if you want to be in my I show you. Hey, Obeda ye kwata. no, I'm shooting myself. Hey, Okay, you're shooting yourself. Yeah, what's problem? Now Yes. Bare. Hey. അപ്പോൾ ഇവരുടെ ഷൂട്ട് ചെയ്യാനൊന്നും ഇവർക്ക് വലിയ പ്രശ്നമില്ല. ഇവർ ക്യാമറ പിടിച്ച് വാങ്ങും. I'm talking myself. Yes. Okay, you cannot understand what I'm saying. Okay. How are you? I'm good. I'm fine. So you're selling sodas, right? Soda? Yeah. Soda 2000. 2000. Yeah, that's what it is. 1000. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യം. What is this place called what? Huh? The place called what? This one, place, Najembe. നജേംബെ. അപ്പോൾ നജേംബെ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ, അതായത് മബിര ഫോറസ്റ്റിൻ്റെ അടുത്താണ്. ഉഗാണ്ടയിലെ ഏറ്റവും വലിയ ഇത് ഈസ് ഉഗാണ്ടാസ് ബിഗ്ഗസ്റ്റ് ഫോറസ്റ്റ്, റൈറ്റ്? മബിര. ഉഗാണ്ടയിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള മബിരേൻ്റെ അടുത്തുള്ള നജേംബെ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്.
ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടിട്ടിട്ട്. അപ്പൊ ഈ ഭാഗത്ത് നമ്മളെ കൂടെ കൂടുന്ന ആളുകളൊക്കെ ഡാൻസ് കളിച്ചോണ്ടിരിക്കും. I'm a videographer. വണ്ടി ഒന്നിട്ടുണ്ട്, അതിലൊക്കെ ആൾക്കാർ സാധനം വാങ്ങാനുള്ള തിരക്കൊക്കെയുള്ളൂ. Sebo, you enjoying? Yeah? Hey, this guy selling enkoko. Muchare Itali. Omo Itali abo. Chicken. Sorry? We are done. Now we are going to the final place. Final place. Speak good. Yeah. We are going to enjoy. Yeah. Enjoy and Enjoy. അപ്പോൾ നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും തിരിച്ച് നമ്മുടെ ഫൈനൽ പ്ലേസിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജിഞ്ചയിലായിട്ടുള്ളത്. ജിഞ്ചയിൽ ഇവിടെ ഈ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡാൻസും മറ്റൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊടൂര ഡാൻസാണ് ഇവിടെ. ജിഞ്ച എന്ന് പറഞ്ഞ ആദ്യം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ജിഞ്ച ടൗൺ ടൂറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. enjoyment. Yeah. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ അവസാനം ഭുജകാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭുജകാലിയിൽ സംഭവം ഇവിടെ വാട്ടർ സ്ലൈഡിങ്ങും മറ്റൊക്കെ ഉണ്ട്. അതിനൊക്കെ 400, 450 റുപ്യ, 500 രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെന്തായാലും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ഏതായാലും ഇവിടെ കളർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ കളർ ഫെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും കേട്ടോ. അതോടുകൂടി ഇന്നത്തെ ഈ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഉഗാണ്ടയിലുള്ള ജിഞ്ച ടൂറിലെ കുറച്ച് കാഴ്ചകൾ ഇതൊക്കെയുണ്ടോ. അപ്പം നമ്മളെ ടീംസ് ഇതാണ് കളർ ഫെസ്റ്റ് ആഘോഷിക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ അങ്ങോട്ട് പോയി നോക്കുകയാണ്. കളർ ഫെസ്റ്റും മറ്റൊക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുണ്ടോ നോക്കിയിട്ട് നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് എൻജോയ് ചെയ്യണം, തകർക്കണം. അതാണ്. From where? This area? Down there, then tubing the Nile. Yeah. Swimming is there? Yeah, swimming is there. Where? Which side? Down there. Down there? On River Nile. Oh, everything is there? Everything is there. Okay.
അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കളർ ഫെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിങ് ഉണ്ട് അല്ലേ വിനോയ്? ഏനെ ആ അതെ അതെ, അതായത് പിന്നെ റിവർ നൈലിലാണ് നമ്മൾ റിവറിൽ സ്വിം ചെയ്യാം. നമ്മൾ ആ അതെ അതെ, റിവർ നൈലിൽ പോയിട്ടുള്ള നീന്തലും മറ്റൊക്കെയാണ് നമ്മൾ കാണിക്കാം. അവസാനം നമ്മൾ ഭുജകാലി, അതായത് റിവർ നൈലിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഷൂവിൻ്റെ ഒക്കെ അവസ്ഥ നോക്കിയത് കേട്ടോ, കട്ട പോകുകയാണ്. എന്തായാലും നമ്മൾ അവിടെ കുറച്ച് ഒഴിഞ്ഞ് സംസാരിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണുകയും ചെയ്യാം, എല്ലാവർക്കും വളരെ വൃത്തിയിൽ എല്ലാം കാണുകയും ചെയ്യുക, അതുപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളൊരു അവസരം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നോക്കി, എനിക്ക് എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഒന്നും പറയാനില്ല, ഏറ്റവും മനോഹരം. ഞാന് ഇവരിവിടെ സെറ്റാക്കി വെച്ചു. അപ്പോൾ അത് എന്തൊരു മനോഹരമായിട്ടുള്ള സ്ഥലം നോക്കി. കളർ ഫെസ്റ്റ് അവിടെ നിന്നിട്ടാണോ സ്പീക്കർ ഇതൊക്കെ സെറ്റാക്കണല്ലോ അല്ലേ? ഇതിലൂടെ ഫുൾ സെറ്റാക്കി വെച്ചാണ്ട് വന്നാവുന്നല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് നീന്തി തുടിക്കാനുള്ള ഒരു അവസരമുണ്ട്. 30,000 ഷില്ലിങ്, അതായത് 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോട്ടിലൊക്കെ നമുക്ക് ആസ്വദിച്ച് പോകാനുള്ളൊരു അവസരം ഇവർ തരുന്നതായിരിക്കും.